ഈയിടെ അക്ഷരത്തെറ്റുകളുടെ ഘോഷയാത്രയായിട്ടുള്ള ഒരു ചോദ്യപേപ്പറിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടിരുന്നു. അധ്യാപകരുടെ ഇത്തരം തെറ്റുകളെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇതിന്റെ അധ്യാപകരാണ് ഈ ചോദ്യപേപ്പർ ഉണ്ടാക്കിയതും തിരുത്തിയതും. അധ്യാപക സംഘടനയാണ് ഇത് പ്രിന്റ് ചെയ്ത് സ്കൂളുകളിലേക്ക് കൊടുക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം നിന്ന് അധ്യാപകർക്ക് എന്തായാലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള വളരെ അക്ഷന്തവ്യമായ ഒരു തെറ്റാണ് ഉണ്ടായത്. അപ്പം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചോദ്യപേപ്പറിൽ രണ്ട് രീതിയിൽ തെറ്റുകളുണ്ടാവാം. ഒന്ന് കമ്പ്യൂട്ടറിലെ ടൈപ്പോഗ്രാഫിക്കൽ എറർ എന്ന് പറയാം. അതായത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കോ അക്ഷരം മാറിയിട്ടോ അല്ലെങ്കിൽ അത് PDF ആക്കുമ്പോഴത്തേക്കും മാറിയതോ. ഇത് അങ്ങനെയുള്ള തെറ്റുകളല്ല. അപ്പം ഈ തെറ്റുകൾ ഉണ്ടാകാനുള്ളൊരു കാരണം നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ 95-ൽ 2000, 95, 2000 കാലഘട്ടത്തിൽ നമ്മൾ DPEP എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിലോട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറുകയാണ്. ഇതൊരു കനേഡിയൻ ആശയമാണ്. അപ്പോൾ അതിനെ ആൾക്കാർ കളിയാക്കി പറഞ്ഞത് ദാരിദ്ര്യ പിള്ളേർ എങ്ങനെയും പഠിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ്. അന്നത് തമാശയായിട്ടല്ല പറഞ്ഞത്. ആ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യം കാനഡയെ പോലുള്ള വികസിത രാജ്യത്തിൽ നിന്ന് നമ്മൾ ഫണ്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ വിലയിരുത്തലിൻ്റെ മാനദണ്ഡങ്ങളിൽ, അതായത് ഇവാലുവേഷൻ മെത്തേഡ്സിൽ കുറച്ച് ലിബറലാക്കണം എന്നുള്ള ഒരു ധാരണ എന്നുണ്ടായി. നമ്മുടെ ഇവാലുവേഷൻ്റെ മെത്തേഡിൽ ഒരു ലിബറലൈസേഷൻ വേണം. അതായത് കുട്ടികൾക്ക് മാർക്ക് കുറയ്ക്കാൻ പാടില്ല, കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞാൽ അത് വിഷമമാവും എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം ഒന്നുണ്ടായി. ഇപ്പോൾ കുട്ടികൾക്ക് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത മാർക്കിൻ്റെ മാർജിൻ്റെ എണ്ണം വളരെ കൂടി. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ നീറ്റ് പരീക്ഷയുടെ വെയിറ്റേജിനെ പറ്റിയിട്ടൊരു പ്രശ്നം വന്നായിരുന്നു. കീം പരീക്ഷയുടെ വെയിറ്റേജിനെ പറ്റിയിട്ടൊരു വിഷയം വന്നായിരുന്നു. അപ്പോൾ അതിൽ വരുന്നത് ഇപ്പോൾ കേരളത്തിലെ മൊത്തം നമ്മൾ പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ടോട്ടൽ ആവറേജ് മാർക്കിൻ്റെ വെയിറ്റേജും CBSEയിൽ നടക്കുന്ന മാർക്കിൻ്റെ ആവറേജ് വെയിറ്റേജും തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് 35 മാർക്കോളം കുറയുന്നത്. ഇവിടെ നമ്മളെ സിസ്റ്റത്തിനകത്ത് മാർക്കുകൾ കുട്ടികൾക്ക് വളരെ ലിബറലായിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങി. കാര്യം ഒരു 30 വർഷത്തിനൊക്കെ മുമ്പ് എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് കിട്ടുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. 1-2 പേരൊക്കെ റാങ്ക് ഉള്ളവരൊക്കെ 1-2 പേർക്കായിരുന്നു. പിന്നെ റാങ്ക് സിസ്റ്റം തന്നെ എടുത്ത് മാറ്റി, പിന്നെ ക്ലാസ് സിസ്റ്റം എടുത്ത് മാറ്റി, അത് പിന്നെ മാർക്ക് സിസ്റ്റം എടുത്ത് മാറ്റി ഗ്രേഡ് സിസ്റ്റമാക്കി. ഇപ്പോൾ B ഗ്രേഡിലുള്ള എല്ലാവരും ഈക്വൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അതപ്പോൾ അത്രയ്ക്ക് വളരെ ശാസ്ത്രീയമാണെങ്കിൽ നമ്മൾ PSCയുടെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോഴത്തേക്കും B ഗ്രേഡ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഓരോ മാർക്കിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് എന്നുള്ളൊരു ധാരണ കുട്ടികളിൽ നിന്ന് എടുത്തു കളയാനേ അത് സഹായിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു സോഷ്യലിസം ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നില്ല. B ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരേപോലെ ആണെന്നുള്ളൊരു സോഷ്യലിസം ഉണ്ടാക്കണമെങ്കിൽ അത് PSCയുടെ നിയമനത്തിലും റാങ്ക് ലിസ്റ്റിൽ B ഗ്രൂപ്പിലുള്ളവരെ ചേർക്കണമായിരുന്നു. അങ്ങനെ ഒരു സോഷ്യലിസം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് പെട്ടെന്ന് സോഷ്യലിസം കൊണ്ടുവരാമെന്നുള്ളതിൽ ഒരു മണ്ടത്തരമാണ് ഈ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു മണ്ടത്തരമാണ്. മാർക്കിൽ നിന്ന് മാറി ഗ്രേഡിലോട്ട് മാറുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നിലവാരത്തിൽ നമുക്ക് ഈക്വൽ അല്ലാത്ത പലതിനെ നമുക്ക് ഒരുമിച്ച് ഈക്വലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ B ഗ്രേഡ് എന്ന് പറയുമ്പോൾ 81 തൊട്ട് 85 വരെ മാർക്ക് കിട്ടിയവരെ നമ്മൾ ഉദാഹരണത്തിന് ഒരു B ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 81-നും 84-നും ഇടയ്ക്കുള്ള മാർക്കിൽ വളരെ വ്യത്യാസമുണ്ട്. ആ കുട്ടിയുടെ അതിൻ്റെ അധ്വാനത്തെ നമ്മൾ കുറച്ച് കാണാണ്. 81 കിട്ടിയ കുട്ടിയെക്കാളും 85 മാർക്ക് കിട്ടിയ കുട്ടിയുടെ അധ്വാനം കൂടുതലാണ്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയത്. ഇത് രണ്ടും തുല്യമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഗ്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ വളരെ അശാസ്ത്രീയമായ ഒരു സമ്പ്രദായമായിട്ട് അവിടെ തന്നെ നമ്മുടെ വീഴ്ച തുടങ്ങുന്നത് ഗ്രേഡിങ്ങിലാണ്. രണ്ടാമത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കുട്ടികളുടെ അക്ഷരത്തെറ്റുകൾ, ഒന്ന് ഈ കോപ്പിറൈറ്റ്, ഒന്ന് ഈ അക്ഷരമാല തന്നെ ആദ്യമേ സ്കൂളിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അത് നമ്മൾക്ക് വളരെ പിന്നീടാണ് അറിയുന്നത്. അക്ഷരമാല പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അക്ഷരങ്ങൾ പഠിപ്പിക്കാതെ അക്ഷരമാലയായിട്ട് പഠിപ്പിക്കേണ്ട, അതിൻ്റെ ക്രമം പഠിപ്പിക്കേണ്ട. അതൊക്കെ ഒരു തലതിരിഞ്ഞ ഒരു സിസ്റ്റത്തിലോട്ടാണ് വന്നത്. അതേസമയം സായിപ്പിന്റെ കുട്ടികളെല്ലാവരും ഈ രീതിയിൽ ലിബറലൈസ് ചെയ്തല്ല അവരവിടെ പഠിപ്പിക്കുന്നത്. കാനഡയിൽ അവർ ഈ രീതിയിലല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ വികസിത രാജ്യങ്ങളാകാതിരിക്കാനുള്ള ഒരു ഗൂഢാലോചന അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കണം. നമ്മൾ ഒരു രാജ്യത്തിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ADB വായ്പ എടുക്കുമ്പോഴത്തേക്ക് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ADBക്ക് നിർബന്ധിക്കാം.
അവർ കണ്ടീഷൻസ് വയ്ക്കാം, അതനുസരിച്ചിട്ട് നമുക്ക് വായ്പ എടുക്കാം. പക്ഷേ ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാലകളായ നളന്ദയും തക്ഷശിലയും ഉള്ള ഭാരതത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം നിശ്ചയിക്കാനും അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും കാനഡയെ പോലുള്ള ഒരു രാജ്യത്തിന് നമ്മൾ വഴങ്ങിക്കൊടുത്തത് വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് തന്നെ ആ ഇവാലുവേഷനിലുള്ള രീതിയിൽ മാറ്റം വന്നു, പഠന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആണെങ്കിൽ തന്നെ നമ്മൾ മുൻപാണെങ്കിൽ ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സമ്പ്രദായം നമ്മുടെ ഉണ്ടായിരുന്നു, വാക്കുകൾ പറയുന്നത് കേട്ട് എഴുതുന്ന രീതി. അപ്പോൾ അതൊന്നുമില്ല ക്ലാസ്സിൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുക. അപ്പോൾ അന്നത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നിങ്ങൾ പറയും പോലെ എഴുതി പോയാൽ മതി എന്നാണ്. അതായത് സ്പെല്ലിങ്ങും ഗ്രാമറും ഒന്നും നോക്കണ്ട, നിങ്ങൾ പറയും പോലെ എഴുതി പോയാൽ മതി, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ലാംഗ്വേജ് ഈസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡേ ഇവ എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണോ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ വേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. കാര്യം ഇപ്പോഴത്തെ മന്ത്രിയെ പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ വിദ്യാഭ്യാസ ആക്കിയത് തൊട്ട് നമ്മുടെ ഇതിലെ അപജയം തുടങ്ങി. കാര്യം മുണ്ടശ്ശേരിയെ പോലെയുള്ള വിദ്യാഭ്യാസ വിദഗ്ധരെ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമ്പോഴത്തേക്ക് അവർക്ക് വിദ്യാഭ്യാസത്തെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനും അതിൽ വേണ്ട തിരുത്തുകൾ വരുത്താനും അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഒക്കെ അവർക്ക് അതിനുള്ള കഴിവും ശേഷിയും ശേമുഷിയും ഉണ്ടായിരുന്നു. അവർക്ക് ശേഷം വന്ന ഇപ്പം UDFന്റെ സമയത്താണെങ്കിൽ അത് മുസ്ലിം ലീഗിനെയാണ് വിദ്യാഭ്യാസം കുറച്ചേക്ക്. തമാശ പറഞ്ഞ പോലെ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവരെ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിച്ചാൽ വിദ്യാഭ്യാസം വളരുമെന്ന് വിചാരിച്ചില്ല, പകരം അവരുടെ ലെവലിലോട്ട് വിദ്യാഭ്യാസം പോയി എന്നുള്ളതാണ് അതിൻ്റെ വിശേഷം. അതിപ്പം CPM ഭരിക്കുമ്പോഴത്തേക്കാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ വിദഗ്ധരെയൊന്നും നമ്മൾ ആ സമയത്ത് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിമാരായി കൊണ്ടുപോയി. അപ്പോൾ അത് അവരെക്കാളും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവരായി അധ്യാപക സംഘടനകളുടെ നേതാക്കൾക്ക് തോന്നി. അപ്പോൾ അധ്യാപക സംഘടനകൾ വിദ്യാഭ്യാസത്തിൻ്റെയും ഇവാലുവേഷൻ്റെയും ഒക്കെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു തുടങ്ങി. ഇപ്പം ചുരുക്കത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഭരണം നടക്കുന്നത് ഇല്ലെങ്കിൽ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും മാറ്റങ്ങൾ വരുത്തുന്നതും ഒക്കെ അധ്യാപക സംഘടനകളാണ്. അപ്പം ഇതിന് പൈസ ചെലവാക്കുന്ന ഇപ്പം ഗവൺമെന്റ് സിസ്റ്റത്തിലായതുകൊണ്ട് രക്ഷകർത്താക്കള് പൈസ കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ അവർക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും പറയാനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അധ്യാപക സംഘടനാ നേതാക്കളുടെ മനോഭാവം. ഇപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ അല്ല, അപ്പം ഞങ്ങൾക്ക് തരും, നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. ഈ തരുന്നത് ആൾക്കാരാണ്, അതായത് അധ്യാപക സംഘടനകളിലെ നേതാക്കളായിട്ട് നടന്നവരാരും ഒരിക്കലും കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല. അവര് ഗവൺമെന്റിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലോ നിയമനം കിട്ടിയ കാലം തൊട്ട് അവർ അധ്യാപക സംഘടനാ നേതാക്കളാണ്. അപ്പൊ നേതാക്കളായതുകൊണ്ട് പഠിപ്പിക്കണം. അതുകൊണ്ട് അവര് ഈ ജോലി കിട്ടിയപ്പോഴത്തേക്ക് തന്നെ വിദ്യാഭ്യാസം എന്നുള്ള സാധനം അവര് ഭരണത്തങ്ങ് വെച്ചു. ഒരു ട്രേഡ് യൂണിയന്റെ കാര്യങ്ങൾ നടക്കുക. അതായത് വിദ്യാഭ്യാസത്തിൽ നടന്നത് അധ്യാപകരുടെ വെൽഫെയർ മാത്രമേ നടന്നുള്ളൂ, കുട്ടികൾ എന്ത് പഠിക്കുന്നു എന്ന് നോക്കാൻ ആരും മെനക്കെട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഈ അക്ഷരത്തെറ്റുകൾ വരുമ്പോഴത്തേക്ക് അധ്യാപകർ ആൻസർ പേപ്പറിലോ അല്ലെങ്കിൽ കോപ്പി ബുക്കിലോ തിരുത്തുന്നത് കണ്ടിട്ടില്ല. കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ നോട്ട് ബുക്കുകൾ അധ്യാപകർ പരിശോധിക്കുമായിരുന്നു, അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുമായിരുന്നു. ഇപ്പൊ അധ്യാപകരായാലും നോട്ട് ബുക്കൊന്നും പരിശോധിക്കാറ്, അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താറുമില്ല. ഇപ്പോൾ 95 തൊട്ട് 2000 വരെ ഈ രീതിയിൽ പഠിച്ചിട്ട് വന്ന വിദ്യാർത്ഥികൾ പിന്നീട് അധ്യാപകരാവുകയും അധ്യാപക നേതാക്കളാവുകയും അവര് മാനദണ്ഡങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്ന ആൾക്കാരുടെ, അതായത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരുടെ ഇടപെടലുകൾ വിദ്യാഭ്യാസത്തിന്റെ നയത്തിലോ അതിന്റെ ഇവാലുവേഷനിലോ അതിന്റെ വിലയിരുത്തലുകളിലോ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ആ 2000 കാലഘട്ടത്തിൽ പഠിച്ചവർ ഇപ്പൊ 2025 ആയപ്പോഴത്തേക്ക് അവർ സീനിയർ അധ്യാപകരായി കഴിഞ്ഞു. അപ്പോൾ അക്ഷരത്തെറ്റ്, ഗ്രാമർ, ഹാൻഡ് റൈറ്റിംഗ്, അതിനെ നമ്മൾ GHS എന്ന് നമ്മൾ ജനറലി നമ്മൾ പറയാറ്. അതായത് ഗ്രാമർ, ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സ്പെല്ലിംഗ്. GHS എന്ന് പറയുന്നത് നമ്മുടെ ഭാഷാ വിദ്യാഭ്യാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അളവുകോലാണ്. ഭാഷയ്ക്ക് ഗ്രാമർ വേണം. നമ്മൾ സംസാരിക്കും പോലെ ഭാഷ എഴുതിയിട്ട് കാര്യമില്ല. ഭാഷയ്ക്ക് ഗ്രാമർ എന്തായാലും നിർബന്ധമായിട്ടും വേണം.
ഇപ്പോൾ ഭാഷാശാസ്ത്രത്തിൽ ഗ്രാമർ പ്രത്യേക വിഷയമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സ്കൂളുകളിൽ അത് പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ കുട്ടികൾക്ക് ഗ്രാമർ ഇല്ല. ഹാൻഡ് റൈറ്റിങ്ങിൽ കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം സ്കൂളുകളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി. ഇനി അഥവാ ഒരു നേർച്ചയായിട്ട് പലരും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ 4 ലൈനിൽ കോപ്പി എഴുതിയാൽ പോവുക. BA വരെ പഠിക്കുമ്പോഴത്തേക്ക് 4 ലൈനിൽ കോപ്പി എഴുതിയാൽ പോലെ. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഓഫീസിൽ ചെന്നിട്ട് വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ എഴുതാൻ നേരത്താണ് ഈ പുതിയ ജനറേഷനിലുള്ള പലരും, ഞങ്ങളെ പോലെയുള്ള പഴയ ജനറേഷനിലുള്ള ആൾക്കാരിരിക്കുകയാണെങ്കിൽ സാർ ഈ അപേക്ഷ ഒന്ന് എഴുതി തരുമോ എന്ന് എഴുതാൻ പഠിച്ചില്ല, ഞാൻ എഴുതിയ ശരിയാവില്ല. അത് ശരിയാവാത്ത നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കാര്യം അവർ നേരത്തെ പറഞ്ഞ അവർ എഴുതിയ ശരിയാവത്തില്ല. കാര്യം എന്താണ്, അവര് 4 വരിയിൽ കോപ്പി എഴുതി പഠിച്ചതല്ലാതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി പഠിക്കുകയും ചെയ്തിട്ടില്ല. എഴുതിയപ്പോഴത്തേക്ക് തെറ്റുണ്ടെങ്കിൽ അവർ അധ്യാപകർ തിരുത്തിയിട്ടുമില്ല. അപ്പൊ നമ്മൾ അധ്യാപകര് കുട്ടികളുടെ അടുത്ത് കാണിക്കുന്ന വളരെ ക്രൂരമായ ഒരു കാര്യമാണ് അവരുടെ തെറ്റുകൾ തിരുത്താതിരിക്കുക എന്നുള്ളത്. ആദ്യത്തെ നമ്മുടെ ചിന്താഗതി തെറ്റുകൾ തിരുത്തുന്നത് ക്രൂരമെന്നാണ്. പക്ഷെ ഇപ്പോൾ അതിന്റെ ഫലം കണ്ടപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നു ഈ തെറ്റുകൾ തിരുത്താതിരുന്നതാണ് കുട്ടികളോട് കാണിച്ച ക്രൂരത. അത് ഗ്രാമർ ആയാലും ശരി തന്നെ, സ്പെല്ലിംഗ് ആയാലും ശരി തന്നെ. പലയിടത്തും നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ അക്ഷരങ്ങൾ തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഒരാൾ നോക്കിക്കോളാം. മഹാരാജ ശ്രീധരനാൾ സ്ഥാപിച്ച CP രാമസ്വാമി അയ്യർ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. ആ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടിരുന്ന മഹാദേവൻ സാറ് അതിന്റെ ചാൻസലറായിരുന്ന ഗവർണർക്ക് അയച്ച കത്തിലെ ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും കണ്ട് അദ്ദേഹം വളരെ പരിഹാസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറയേണ്ടി വന്നു. അപ്പോൾ വൈസ് ചാൻസലർ പോലുള്ള ഇത്രയും വളരെ അക്കാഡമിക് ആയിട്ട് ഏറ്റവും സീനിയർ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ലാംഗ്വേജിന്റെ പുറത്ത് ഒരു കൺട്രോൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിദ്യാഭ്യാസം എത്തിയ ദയനീയ അവസ്ഥയാണ് ഇത്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. നമുക്ക് നമ്മുടെ ഈ ജനറേഷനിലുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസത്തിലുള്ള കുട്ടികൾക്ക് ഗ്രാമറും ഹാൻഡ് റൈറ്റിങ്ങോ സ്പെല്ലിങ്ങോ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനം നമ്മളിൽ ഇപ്പോൾ നിലവിലില്ല. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു കാരണം.